തൃശ്ശൂർ ആലുക്കാസിൽ കേൾക്കാൻ പാടില്ലാത്തൊരു സംഗതി കേട്ടു. എനിക്കത് വലിയ വിഷമമായി. ഞാനവിടെ ഒന്നുമല്ല അവരുടെ മുമ്പിൽ ചെന്നവരുടെ മുമ്പിൽ. പക്ഷേ അകത്തിരുന്നിട്ട് രണ്ടുപേര് കൂടിയിട്ട് ഈ മാപ്പിളപ്പാട്ടുകാരനെയാണോ സിനിമയിൽ പഠിക്കാൻ പോകുന്നതെന്ന് ഞാൻ കേട്ടു. ഞാൻ അപ്പം ഇറങ്ങി ട്രെയിനിന് കയറി. എൻ്റെ സുഹൃത്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിൻ കയറിപ്പോയി എന്ന് പറഞ്ഞു. എന്ത് പണിയാണ് ചെയ്തത്, ഇവിടെ ചർച്ച നടക്കില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഡയാലിസിസ് വന്നിട്ട് വലത് കൈ കൊണ്ട് വായിക്കാൻ കഴിയാട്ടെ ഇടത് കൈ കൊണ്ട് പ്രയാസപ്പെട്ട് വായിക്കുന്നൊരു ബാബുക്കയെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹാർമോണിസ്റ്റ് ആയിരുന്നു ബാബുക്ക. ഞാനിനി മരണപ്പെട്ടു പോയാൽ പോലും എനിക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ. അതുപോലെ തന്നെ ജാനകിയമ്മയുടെ വിയോഗം എനിക്ക് കരഞ്ഞു പോകും ഞാനത് പറഞ്ഞു. ജാനകി അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വിനയത്തിൻ്റെ വലിയൊരു മൂർത്തിഭാവമായൊരു പാട്ടുകാരി വരുന്നല്ലോ. ആ വെള്ളയും വെള്ളയൊക്കെ അവർക്ക് അറിയില്ല അവർ സ്റ്റേജിൽ വരേണ്ടത് വിലപിടിപ്പുള്ള ഒരു സാരി കൊടുത്തിട്ടാണെന്നോ ഒരു ബ്ലൗസ് ഇട്ടിട്ടാണെന്നോ ഒന്നും അവർക്കറിയില്ല. സ്വർണ്ണമുഖിലേ വീണ ഒരു നോട്ട് താഴേക്ക് വലിപ്പിച്ച് ഒരു നോട്ട് മേലേക്ക് ഒപ്പിച്ചു. പരത്തി വായിപ്പിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. വെറുതെ ഞാൻ പരത്തി വായിപ്പിച്ചാൽ നിനക്ക് ഇത്ര ഫീല് കിട്ടുവാടാ. സ്വർണ്ണമുഖിയില്ല അവിടെയും പാടിക്കൂടെ? ആഷ് വെപ്പിച്ചത് സ്വാമിയുടെ പാട്ടുകൾ. സ്വാമിയെ സദസ്സ് വിടുന്നില്ല. സ്വാമി ഒരു പാട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി. സ്വാമി പറഞ്ഞു എനിക്ക് വയ്യ മക്കളെ. അമ്മ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് പാടിക്കോളൂ എന്ന് അമ്മ അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് ആദ്യം വന്നത് ഒറ്റ തവണ ഞാൻ നിലത്താ സ്വപ്നങ്ങളൊന്ന് പാടി നോക്കാം, വലിച്ചു വായിക്കണേ, എനിക്ക് മുഴുമിക്കാൻ കഴിയില്ല അക്ഷരങ്ങൾ. പേടിച്ചിട്ടാണ് വായിക്കുന്നത്. ഇതാരായി നിൽക്കുന്നത്? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിത്യവും ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. തിരൂരിൽ പാടി, വളരെ പ്രയാസപ്പെട്ട പാടി. ആ സമയത്ത് ഇടത് കൈ കൊണ്ടാണ് ഹാർമോണിയം. പാരാലിസിസ് വന്നിട്ട് വലത് കൈ കൊണ്ട് വായിക്കാൻ കഴിയാട്ടെ ഇടത് കൈ കൊണ്ട് പ്രയാസപ്പെട്ട് വായിക്കുന്നൊരു ബാബുക്കയെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹാർമോണിസ്റ്റ് ആയിരുന്നു ബാബുക്ക. കേരളത്തിലെ ഏറ്റവും വലിയ ഹാർമോണിസ്റ്റ്. ചെന്നൈയിലാണ് വായിച്ചിരുന്നതെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഹാർമോണിസ്റ്റ് എന്ന് പറയാം. കാരണം സിന്ധുഭൈരവിയൊക്കെ അനുസ്വരങ്ങളെല്ലാം ചേർത്ത് വായിക്കാവുന്ന ഒരു രാഗമാണ്. സിന്ധുഭൈരവി ഒന്ന് വായിക്കുമോ ബാബുക്ക എന്ന് ചോദിച്ചാൽ ഹാർമോണിയത്തിൻ്റെ ഇത്തലയുള്ള കട്ട മുതൽ അത്തല വരെ എല്ലാ അനുസ്വരങ്ങളും തൊട്ട് 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 വായിച്ചു പോകും. ഉപ്പയുടെ കൂടെ പോയിട്ട് ബാബുക്കയെ കേൾക്കാൻ കഴിഞ്ഞു. ഗീതേ ഹൃദയസഖി ഗീതയൊന്നും ഞാനിനി മരണപ്പെട്ടു പോയാൽ പോലും എനിക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ. ഗീതേ ഹൃദയസഖി ഗീതേ കാട്ടിലാരു കൊളുത്തിവച്ചൊരു കാർത്തിക ദീപമാണു നീ, കണ്ണുനീരിൻ ചുഴിയിൽ വീണൊരു കൽപ്പക തളിരാണു നീ. ഗീതേ ഹൃദയസഖി ഗീതേ. തേങ്ങലായിരിക്കും കേട്ടോ പാട്ടിൻ്റെ അകത്ത് മുഴുവനും തേങ്ങലായിരിക്കും. സങ്കടമാണ് ഇവരൊക്കെ തന്നത്. കാരണം ബാബുക്കയുടെയും ദൃഹാദൃക്കയുടെയും ഒക്കെ ജീവിതം തന്നെ സങ്കടമായിരുന്നു. ബാബുക്ക പറയാറുണ്ട് അത്രേ, ദേവരാജ മാഷും പറഞ്ഞിട്ടുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമിയും പറഞ്ഞിട്ടുണ്ട്, ശോകമാണ് സംഗീതത്തിൻ്റെ സ്ഥായിയായ ഭാവം. സത്യമല്ലേ അത്? അല്ലേ? മറ്റു പാട്ടുകളൊക്കെ പായൽ പോലെ ഇങ്ങനെ ഒലിച്ചു പോയില്ലേ അല്ലേ? എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞ് കുറച്ച് നേരം നിൽക്കും, ആ വെള്ളം ഒന്ന് ക്രമം വന്നു കഴിഞ്ഞാൽ പോവും, പിന്നെ അങ്ങനെ പോവും. ഇതെവിടെയും പോവില്ല. ശോകഗാനങ്ങളൊക്കെ അങ്ങനെ നിൽക്കും നമ്മുടെ. അതുപോലെ തന്നെ ജാനകിയമ്മയുടെ വിയോഗം ഈയിടയ്ക്കായിരുന്നു. ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അമ്മയുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടമൊക്കെ? ഭാഗ്യം എന്നല്ലാതെ മഹാഭാഗ്യം. ഞാൻ അപ്പുറത്തേക്ക് മലയാളത്തിലൊരു പ്രയോഗം ഉണ്ടെങ്കിൽ അത് പറയണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, പ്രവാസ ലോകത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്
പാട്ടിൽ നിന്ന് ഞാനൊന്ന് മാറി നിന്നെങ്കിലും വായിക്കാൻ, അതും വെറുതെ എന്തെങ്കിലും വായിക്കുകയല്ല, നമ്മളത് ചിലത് അറിഞ്ഞു വായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നെ അവിടെ തബലിസ്റ്റായിട്ട് അംഗീകരിച്ചത്. ഞാൻ ചെന്ന സമയത്ത് ദാസേട്ടൻ്റെ പഴയ ട്രൂപ്പിൽ തബല വായിച്ചിരുന്ന എറണാകുളത്തെ കൊച്ചാണ്ടിയേട്ടൻ്റെ മകൻ ജസ്റ്റിനിപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്ന് വല്ലാത്ത ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ജസ്റ്റിൻ ആണ് അവിടെ തബലിസ്റ്റ്. അപ്പോൾ എപ്പോഴും 2 തബല കാണുമല്ലോ, ചിലപ്പോൾ 2 തബലയും ഒരു ഡോലകും കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു തബലയും ഒരു ഡോലകും. അപ്പോൾ ജസ്റ്റിൻ ഞാനൊരു പെയറായിട്ട് അങ്ങ് മാറുകയാണ്. ഞങ്ങൾ ഒന്നിച്ചും ഞാൻ ഒറ്റയ്ക്കും പലപ്പോഴും. അപ്പോൾ എല്ലാവരും വരുമ്പോഴൊക്കെ ഞങ്ങളൊരു ബാൻഡ്. അതിൽ പലരുടെ പേരും പറയാനുണ്ട്. സിറാജ്, ശശി, അഷ്റഫ് മഞ്ചേരി കീബോർഡിൽ, ലത്തീഫ് അനീഷ് ഗിറ്റാറിൽ, മൈക്കിൾ തുടങ്ങിയ കുറച്ച് പേര് ബേസ് ഗിറ്റാർ, ജിത്തു, മനോജ് ഒക്കെ റിതം പാഡ്, ബദർ എന്ന് പറയുന്ന മറ്റൊരു ഗിറ്റാറിസ്റ്റ് സ്ട്രമ്മിങ്, പിന്നെ തബലയിൽ ഞങ്ങൾ ശേഖർ, ഞാൻ, നൗഷാദ്, ഈ ജസ്റ്റിൻ, ഞങ്ങളൊക്കെയാണ്. അതിൽ ജസ്റ്റിനും ഞാനും ഒരുപാട് കോമ്പിനേഷൻ ഒന്നിച്ചുണ്ടായി. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഇവർ ടീം വരുമ്പോൾ ഞങ്ങളെയാണ് ഏൽപ്പിക്കുക. ഞങ്ങൾ നല്ലൊരു ബാൻഡാണ്, വെൽ റിഹേഴ്സ്ഡ് ആണ്, പല സമയത്തും പാട്ടുകളൊക്കെ നല്ല ബന്ധുവാണ് പാട്ടുകളായിട്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു അമ്മ വരുന്നു, ജാനകി അമ്മ വരുന്നു. എല്ലാവരും വരുന്നു എന്ന് കേട്ടപ്പോഴും ഇത് തന്നെയായിരുന്നു കേട്ടോ. സുശീലാമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേറൊരവസ്ഥയിലാണ് ഞാൻ മാറിപ്പോയത്. കാരണം അവരെ നമ്മൾ വേറൊരു ബഹുമാനം. ജാനകി അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വിനയത്തിൻ്റെ വലിയൊരു മൂർത്തിഭാവമായൊരു പാട്ടുകാരി വരുന്നല്ലോ, ആ വെള്ളയും വെള്ളയൊക്കെ ഇട്ട്. അവർക്ക് അറിയില്ല അവർ സ്റ്റേജിൽ വരേണ്ടത് വിലപിടിപ്പുള്ള ഒരു സാരി കൊടുത്തിട്ടാണെന്നോ ഒരു ബ്ലൗസ് ഇട്ടിട്ടാണെന്നോ ഒന്നും അവർക്കറിയില്ല. അവർ സാധാരണ പോലെ വരുന്നു. റിഹേഴ്സലിന്, അത് മാത്രം ഞാൻ പറയാം, എനിക്ക് കരഞ്ഞു പോകും ഞാനത് പറഞ്ഞാൽ. റിഹേഴ്സലിന് വന്ന് ബാബുക്കയെക്കുറിച്ചാണ് മുഴുവൻ സമയവും പറയുന്നത്. എനിക്ക് നല്ല പാട്ടുകളെല്ലാം തന്നത് അവരാണ്. പിന്നെ ഞാൻ പാടിയാൽ ബൂത്തിലേക്ക് കൺസോളിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഞാൻ ഹെഡ്ഫോൺ ഇങ്ങനെ ഊരുന്ന സമയത്ത്, ഇത് എന്താ ജാനകി നിങ്ങൾ ഈ പാടുന്നത് എന്ന് ചോദിക്കത്തില്ല. നിങ്ങൾ എന്താ ഈ പാടുന്നത്, ഞാൻ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ജാനകിയമ്മ തിരിച്ചു പറയത്രേ, ശബ്ദമല്ലേ ബാബുക്ക എൻ്റെത് വന്നത്, പാട്ട് നിങ്ങളല്ലേ കമ്പോസ് ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പാടിയിട്ട് ഇതിങ്ങനെ പറയുക, ടവലെടുത്ത് കണ്ണിങ്ങനെ ഉപ്പുക. സ്വർണ്ണവളകളിട്ട കൈകളാൽ, സ്വർണ്ണവളകളിട്ട കൈകളാൽ മെല്ലെ പൗർണമി രാത്രി എന്നെ വിളിച്ചുണർത്തി. അതൊരു ഡോലക്കിൻ്റെ ഒരു ഖവാലി ടൈപ്പ് നടയാണല്ലോ തബലയും ഡോലക്കും. അതിന് ഞാൻ ചെലങ്ക കെട്ടി ഇവിടെ. അന്ന് പഴയ തബലിസ്റ്റുകൾ ചെലങ്ക കെട്ടി വായിക്കും. ഭൈരവൻ എന്നൊക്കെ പറയുന്ന തബലിസ്റ്റായിരുന്നു അന്ന് പ്രധാനപ്പെട്ട ബാബുക്കയുടെ ഇഷ്ട തബലിസ്റ്റ്. അപ്പോൾ ഞാൻ ചെലങ്ക കെട്ടി ഞാൻ റിഹേഴ്സലിന് വായിച്ചു. ഈ ചെലങ്ക ഇങ്ങനെ കിലുങ്ങും. നമ്മളിപ്പോൾ ഇങ്ങനെ തബലയിൽ വായിച്ചാൽ കിലുങ്ങും, അങ്ങനെ വായിക്കുമല്ലോ നമ്മൾ. ധിരുന്ന് വായിക്കും. അപ്പോൾ ചെലങ്ക കിലിങ്ങി. അപ്പോൾ നിർത്തി റിഹേഴ്സൽ പെട്ടെന്ന്. എന്നിട്ട് പറഞ്ഞു, അവർ ഭൈരവൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവരും ചെന്നൈയിലൊക്കെ വായിച്ച പോലെ എനിക്കൊരു കേൾവിയാണ്, ഒരു ഫീൽ എന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഒരു സ്കൂളിൻ്റെ ഓപ്പണിങ്, അമ്മയാണ് ഇനോഗ്രേഷൻ, അമ്മയെ ക്ഷണിച്ചതാണ്. അമ്മ വന്നു, ഇനോഗ്രേറ്റ് ചെയ്തു. ഞങ്ങൾക്കൊക്കെ മധുരം എടുത്ത് വായിലേക്ക് വെച്ച് തന്നു. അവിടുത്തെ സംഗീതാധ്യാപിക തൃപ്പൂണിത്തറയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇന്ദിരാമ്മ ടീച്ചർ, പ്രൊഫസർ ഇന്ദിരാമ്മ ടീച്ചർ, അപ്പോൾ വിസയിൽ വന്നതാണ് ഇവിടുന്ന് റിട്ടയർമെൻ്റ് ആയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ജാനകിയമ്മ ഒരു കീർത്തനോ ശ്ലോകമോ എന്തെങ്കിലും പാടിക്കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം, അതല്ലേ വേണ്ടതെന്ന് പറയും. ഉടനെ എന്താ തിരിച്ചു പറഞ്ഞതെന്നറിയോ, ഞാനെന്ത് പാടാൻ, എനിക്ക് സംഗീതം വല്ലതും അറിയോ, ഞാൻ എന്തേ പഠിച്ചിട്ടുണ്ടോ ടീച്ചറെ, ടീച്ചർ പാടൂ, ടീച്ചർ മ്യൂസിക്കിൻ്റെ പ്രൊഫസറല്ലേ. ഇന്ദിരാമ്മ ടീച്ചർ ഒരൊറ്റ പൊട്ടിക്കരഞ്ഞു. ഇന്ദിരാമ്മ ടീച്ചർ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു, അമ്മ അത് പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് നിർബന്ധിച്ചപ്പോൾ ഒരു ശ്ലോകം പാടി. പിന്നെ കുട്ടികൾ, മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കൊക്കാമണ്ടി, കോനാനിറച്ചിയൊക്കെ പാടി കുട്ടികളുടെ ശബ്ദത്തിൽ. ഇപ്പം ഞങ്ങൾ 90കളിലൊക്കെ ജനിച്ച് ജീവിച്ച മനുഷ്യർക്ക് ബാബുഖാന്റെ ഏറ്റവും കൂടുതൽ കേട്ട പാട്ടൊരു പക്ഷേ ഒരു പുഷ്പം മാത്രം. പാടിത്തരുമോ? അത് മാത്രമാണ് ഏറ്റവും ഇഷ്ടം. അല്ല, അതാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേട്ടതല്ലേ, നമ്മൾ വളരുമ്പോഴേക്കും പിന്നീടൊരു ആ ഒരു കാലഘട്ടം കുറേ ദേശ് എന്ന് പറയുന്ന രാഗം എടുത്താൽ മലയാളത്തിലെ കുട്ടികൾക്ക് 2 പാട്ടാണ് പ്രധാനമായിട്ട്. ഞാൻ പ്രധാനമായി എന്ന് പറയണം, കാരണം കേൾക്കുന്നവർ കരുതും വേറെ പാട്ടുകൾ ഇല്ലേന്ന്. ഒരു കാലഘട്ടം മുതൽ പ്രധാനമായിട്ട് നമ്മൾ 2 പാട്ടുകളാണ് പറഞ്ഞു കൊടുക്കുക, 2 പ്രതിഭകളുടെ. അതൊന്ന് ഒരു പുഷ്പവും, ഒന്ന് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്ന് ഓർമ്മ വരും, ദേവരാജ മാഷയുടെ. അത് ദേശാണ്, ഇതും ദേശാണ്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ
ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്, ഞാൻ പലപ്പോഴും സുഹൃത്തുക്കളായി സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്, പ്രായം കൂടുന്തോറും നമുക്ക് ഈ പഴയ പാട്ടുകൾ ആസ്വദിക്കാനുള്ള കഴിവ് കൂടുന്നു തോന്നിയിട്ടുണ്ട്. പ്രായം കൂടുന്തോറും പഴയ പാട്ടുകൾ നമ്മൾ കൂടുതൽ പക്ഷേ കമ്പാരിസൺ ഒന്നും നമ്മളിപ്പോൾ പറയാൻ പാടില്ല അല്ലേ. പക്ഷെ അങ്ങനത്തെ ഒരു ടോക്കിലേക്ക് നമ്മൾ പോകണ്ട. കാരണം ജനറേഷൻ വേറെ, വ്യത്യാസങ്ങളുണ്ട്. AI പറഞ്ഞാൽ രചനയും കിട്ടും, ട്യൂണും കിട്ടും, പാടിയും കിട്ടും എന്നൊരു കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ, ഈ പാട്ടിലല്ലേ ശരിക്കും ആഴമുള്ളത്? അതിൽ സംശയമുണ്ടോ? അല്ലേ? അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും പറയുന്ന കേട്ടോ, ഞാനത് വീണ്ടും പറയേണ്ട കാര്യമില്ല. റിയാലിറ്റി ഷോകളിൽ കുട്ടികൾ കഴിവ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഇത് പാടണം മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ ചിലപ്പോൾ ജോൺസൺ മാഷും രവീന്ദ്രൻ മാഷും വിദ്യാധരൻ മാഷും വരെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് പാട്ടുകൾ MJ എന്നതും വന്നേക്കാം. അതിനുശേഷം പാടിയ പാട്ടുകൾ പലത് പാടുമ്പോഴും കുട്ടികളുടെ കഴിവ് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോകും അല്ലേ. സത്യമല്ലേ അത് ഒരു പരിധി വരെ. പക്ഷേ വേദിയിൽ മറ്റു പാട്ടുകൾ വേണം, കാലത്തിനനുസരിച്ച് യാത്ര ചെയ്യണം. അതെ, കുട്ടികളെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അവർ തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഞങ്ങൾ പോലും കേട്ട് വളരുന്നത് പിന്നെ അങ്ങോട്ട് ദാസേട്ടൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ആളുകളിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്നത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഒരു താല്പര്യം, ഇന്നൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഉണ്ട്, സ്വന്തം മ്യൂസിക് ആളുകളെ കാണിക്കാൻ മാർഗമുണ്ട്. പക്ഷേ ഇക്കാൻ്റെ കാലത്തൊക്കെ സ്വാഭാവികമായിട്ടും പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളൊരു കാര്യം അല്ലേ. അങ്ങ് അറ്റം എന്താന്ന് വെച്ചാൽ അതാണ്. അങ്ങനെ ഒരു ആഗ്രഹം ആ സമയത്ത് ദുബായ് കാലത്തുണ്ടായിരുന്നോ? സിനിമയിലേക്കുള്ള എൻട്രി കൂടുതൽ ആക്റ്റീവ് ആവാൻ ശ്രമിച്ചിരുന്നോ? കൊതിച്ചു, ഒരു കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഈ ഗാനമേള ഓട്ടത്തിനിടയിൽ, പഠിത്തം ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ എപ്പോഴോ ഒരു കുട്ടിക്കാലത്തൊന്നും അങ്ങനെ സിനിമയൊന്നും വന്നിട്ടില്ല. അന്ന് വേറെ സിനിമയുടെ ഒരു വേറെയല്ലേ, പ്രത്യേക ശബ്ദങ്ങൾ മാത്രം സിനിമയിൽ പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടം. പിന്നെ ഒരു കുട്ടിപ്പാട്ടൊക്കെ കിട്ടണമെങ്കിൽ അതിനൊന്നും നമ്മളങ്ങോട്ട് എത്തില്ല. കാരണം അതെ, വേറൊരു ലോകമാണ്. പിന്നെ ബേസ്ഡ് അറ്റ് ചെന്നൈ എന്നുള്ളതും കൂടി ഒരു കാരണമാണല്ലോ. അപ്പോൾ റെക്കോർഡ് പാടാൻ മോഹിച്ച് ചെന്നൈ പോയിട്ട് HMVയിൽ പോയിട്ട് പാടാതെ തിരിച്ചു പോകുന്ന ആളാണ് ഞാൻ. റെക്കോർഡിൽ കിട്ടിയില്ല, ആരുടെയും കൂടെ പാടണം, ഞാൻ കുട്ടിയല്ലേ, അവസരം കിട്ടിയില്ല, മടങ്ങിപ്പോന്നു. പിന്നെയാണ് കാസറ്റിലേക്കുള്ള എൻട്രി. അപ്പോൾ സിനിമ അങ്ങനെ മുന്നോട്ട് പോയി. നാരായം എടുക്കുമ്പോൾ രാജുവേട്ടനാണ് പ്രൊഡ്യൂസർ, മരണപ്പെട്ടു പോയി. ശശിശങ്കറാണ് സംവിധായകൻ, ശശിയും മരണപ്പെട്ടു പോയി. എൻ്റെ വൈഫിൻ്റെ നേരെ മൂത്ത ആളുടെ ഹസ്ബൻഡ് ഞാൻ അസിയാക്കാന്ന് വിളിക്കും. അവരുടെ സുഹൃത്ത് പ്രേമൻ, ഇവരുടെ സുഹൃത്തുക്കളായിരുന്നു ശശിശങ്കറും രാജുവേട്ടനും. അപ്പോൾ ഇവർ വഴി ആ ഒരു ഓഫർ ഉറപ്പിച്ചു. ഒരു വാക്ക് പാട്ടേതാണെന്നറിയോ? ചില്ലറ പാട്ടല്ല, കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ. ഇന്ന് MG സാറിൻ്റെ ശബ്ദത്തിൽ കേട്ട് നമ്മൾ കുട്ടികളൊക്കെ മാപ്പിളപ്പാട്ട് മത്സരങ്ങൾക്ക് പുളകം കൊള്ളുന്ന പാടുന്ന പാട്ടാണ്. അതെനിക്ക് ജോൺസൺ മാഷ്, ഗോപിയേട്ടൻ്റെ വരികളാണ്. ഗോപിയേട്ടൻ പൂർണ്ണമായിട്ട് എഴുതിയിരുന്നില്ല, PK ഗോപിയേട്ടന് ഒരു റഫ് കൊടുത്തിട്ട് ജോൺസൺ മാഷ് ഒരു ട്യൂണ് നടേശനെ കൊണ്ട് പാടിച്ചിട്ട്, നടേശൻ്റെ ശബ്ദത്തിൽ ഏകദേശം എന്തോ പാടിച്ച് ഒരു രൂപമാക്കിയിട്ട് കാസറ്റൊക്കെ എനിക്ക് കിട്ടി. എൻ്റെ ആദ്യത്തെ ലീവ് ഇവിടെ നിന്ന് ഞാൻ ഈ ആൽബങ്ങളുടെ ഒരു സമയം വന്ന സമയത്ത് കുറച്ച് പരിപാടികളും പാട്ടൊക്കെ ഒന്ന് കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അറിയാലോ ഒരു കാലഘട്ടം. ഞാൻ പ്രവാസിയായിട്ട് എൻ്റെ ആദ്യത്തെ ലീവാണ്. ഇവിടുന്ന് ഈ ഒരു സിനിമയിലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് നിന്ന് കഴിഞ്ഞ് ആ പാട്ട് എൻ്റെ കയ്യിൽ നിന്ന് മറ്റു വല്ല കാരണത്താലും പോയി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് പറയും, എൻ്റെ കുടുംബക്കാരെന്ത് പറയും, അവരോട് ഞാൻ എങ്ങനെ ഉത്തരം പറയും? കുടുംബം ഒന്ന് സംരക്ഷിക്കാനല്ലേ ഗൾഫിലേക്ക് പോയത്, വിട്ട് ഓടിയില്ലേ വീണ്ടും
കലാകാരൻ അല്ലെങ്കിലേ കേൾക്കുന്നതാണ് ഈ പഴിചാരലൊക്കെ. കലയായിട്ട് നടന്നല്ലേ ബാബു, എന്താ ഇപ്പത് പാട്ടുമായിട്ട് ഇങ്ങനെ നടന്നോന്നൊക്കെ ഞാൻ എത്രയോ കാലം മുതൽ കേൾക്കുന്നതാണ്. പക്ഷെ നമ്മളതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഞാൻ പോയി നാരായണത്തിൻ്റെ റെക്കോർഡിങ് നടന്നു, ശ്രീകുമാർജി പാടി, ശേഷം സൂഫി പറഞ്ഞ കഥ, അതിൽ ചിത്രചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ്, അത് പിന്നെ ആരാ പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല, ശേഷം പാടിയത് ആരുടെ ശബ്ദത്തിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ അത് ചർച്ചയ്ക്ക് പോയി തൃശ്ശൂർ ആലുക്കാസിൽ. പക്ഷെ അവിടെ സംഭവിച്ചത്, ഞാൻ ചെവിയിലൊരു കേൾക്കാൻ പാടില്ലാത്തൊരു സംഗതി കേട്ടു. എനിക്കത് വലിയ വിഷമമായി. ഞാനവിടെ ഒന്നുമല്ല അവരുടെ മുമ്പിൽ ചെന്നവരുടെ മുമ്പിൽ. പക്ഷേ അകത്തിരുന്നിട്ട് 2 പേര് കൂടിയിട്ട് ഈ മാപ്പിളപ്പാട്ടുകാരനെയാണോ സിനിമയിൽ പഠിക്കാൻ പോകുന്നതെന്ന് ഞാൻ കേട്ടു. ഞാൻ അപ്പം ഇറങ്ങി ട്രെയിനിന് കയറി. എൻ്റെ സുഹൃത്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിൻ കയറിപ്പോയി എന്ന് പറഞ്ഞു. എന്ത് പണിയാണ് ചെയ്തത്, ഇവിടെ ചർച്ച നടക്കില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിന്നില്ല. ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, എൻ്റെ അഹങ്കാരം കൊണ്ടോ ജാട കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് അങ്ങനെ നിൽക്കണ്ടെന്നൊരു തോന്നൽ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാനൊരു സിനിമയിൽ പാടി വെച്ചിട്ടുണ്ട്, ഝാൻസി റാണി. സിനിമ വരുമെന്ന് എനിക്കറിയില്ല, പെട്ടിയിലായിട്ടുണ്ട്. സിനിമ തുടങ്ങിയിട്ട് എവിടെ ആയിപ്പോയി. അതിൽ റഫീഖിൻ്റെ വരികളാണ്. പിരിഞ്ഞെത്ര നാളായി എന്നോമലാളിനെ, മറന്നില്ലേ എന്നെ നീ, മറക്കില്ല നിന്നെ ഞാൻ, മരിക്കുവോളം പൊന്നേ മലരിതളേ, മറുപടി കേൾക്കാതെ പോയതല്ലേ എന്നഴകേ. അതായത് ജിങ് 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 ഇങ്ങനെ റൃതമല്ലേ, നമ്മളെ പിറന്നൊരി മണ്ണും എന്നൊക്കെയുള്ള പാറ്റേൺ, ദഫിൻ്റെ റൃതം എന്ന് പറയും, ദഫിലിയുടെ ആ പാറ്റേണിൽ ഇങ്ങനെ പാടി പോകുന്ന ഒരു പാട്ടായിരുന്നു. പാടി വെച്ചിട്ടൊക്കെ ഉണ്ട്, ചേതനയിൽ സാധനമുണ്ട്, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അതുപോലെ 2000 ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബം സോങ്ങുകളായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലം വന്നു. അത് ഞാൻ ഈ അടുത്ത കാലത്ത് പോലും ഈ യൂത്ത് ഫെസ്റ്റിവലിലൊന്നും അങ്ങനെ മാപ്പിളപ്പാട്ടൊന്നും കേട്ടിട്ടില്ലാത്ത ആളുകൾ മാപ്പിളപ്പാട്ട് എന്ന് പറയാൻ നമ്മൾ ആ ഹിറ്റായിരുന്ന ബസ്സിലൊക്കെ കേട്ടിരുന്ന ആ പാട്ടുകളാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ശരിക്കും ഒരു അത്ഭുതമാണ്. അതല്ലല്ലോ മാപ്പിളപ്പാട്ട്. പക്ഷെ അതെ, അങ്ങനെ വന്ന ആ കാലഘട്ടം വിഷമിപ്പിച്ചിരുന്നോ? എന്താ തോന്നിയ ആ സമയത്ത് ശരിക്കും? ഒന്നും പറഞ്ഞുകൂടാത്തൊരു കാലമാണ്. ഇത് കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ്. ഒന്നും പറഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് അത് ആൽബം സോങ്ങുകളായി ഇത് മാപ്പിളപ്പാട്ടുമായി തന്നെ നിൽക്കേണ്ടതായിരുന്നല്ലോ, ഒന്നിനൊന്നായിട്ട്. അതെ അതെ, കാരണം എന്താ പറയുക, ഇപ്പൊ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഈ സമയം തിരുത്തലുകൾ ഇല്ല എന്ന് പറഞ്ഞു പോകുന്നൊരു കാലം. ഒരു തിരുത്തലും ഇല്ല. നമ്മൾ തിരുത്തി കൊടുത്താൽ, എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചു, എനിക്ക് ഭയങ്കര വിഷമമാണ്, എന്താ ഇങ്ങനെ പാടിയാലെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല ആ പാട്ട് പാടേണ്ടത്. ആ പാട്ട് ഇങ്ങനെയാണ് ദേവരാജ മാഷ് ചെയ്തത്, ഇങ്ങനെയാണ് ജോൺസൺ മാഷ് ചെയ്തത്, ഇങ്ങനെയാണ് കോഴിക്കോട് അബൂബക്കർ ചെയ്തത്, ഇങ്ങനെയാണ് ചാന്ദ് പാഷ ചെയ്തത്. അല്ല ഫിറോസ്ക്ക് ഇങ്ങനെ പാടിയാൽ എന്താ? അപ്പം ഞാൻ പറഞ്ഞു മോനെ, ആ ഒരു ഭാഗം അങ്ങനെ പാടിച്ചത് ഇതിനു വേണ്ടിയാണ്, ഇന്ന കാരണം കൊണ്ടാണ്, ആ പ്രത്യേക ഭാവം കാണിക്കാനാണ്. അപ്പോഴും ഇതേ ചോദ്യം ആവർത്തിക്കുന്ന ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. പിന്നെ ഞാൻ തിരുത്തൽ നിർത്തി. കാരണം പല പാറ്റേണുകളിൽ പാട്ടുകളെ എങ്ങനെയും പാടാമെന്നൊരു കാലം വന്നിട്ടുണ്ട്. ഏത് സംഗതികൾ തൊണ്ടയിൽ വരാത്തൊരു കുട്ടിക്ക് പിയാനോയുടെ ബാക്കിംഗ് വെച്ച് ആ പാട്ടിനെ വേറൊരു സ്വഭാവത്തിലേക്ക് മാറ്റാം. ഹരിമുരളീരവം വരെ മാറ്റിക്കൂടെ? അങ്ങനെ ആയിട്ടുണ്ട്. വേറൊരു പാറ്റേണിൽ പാടുക. അവരുടെ ശബ്ദമൊക്കെ നല്ല ശബ്ദമായിരിക്കും, പക്ഷെ ആ പാട്ട് അർഹിക്കുന്ന ഈണം അതാണ്. അങ്ങനെയല്ലേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആൽബം ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ വന്നത്. അപ്പോൾ ഞാൻ ഈ ആൽബങ്ങൾ ഇറങ്ങി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ട്യൂണുകൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ഡെപ്ത് വേണമല്ലോ ട്യൂണിന്. ട്യൂണ് തട്ടണ്ടേ നമ്മളെ? ട്യൂണുകൾ നമ്മളെ തട്ടണമെങ്കിൽ ട്യൂണിന് ഡെപ്ത് വേണം, അല്ലേ? 2 പാട്ടുകൾ ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം, 2 സിനിമാ പാട്ടുകൾ. രണ്ടും നല്ല പാട്ടാട്ടോ, രണ്ടും നല്ല പാട്ടാണ്. പക്ഷെ ഒന്ന് ഒരുപാട് തട്ടുന്നതും ഒന്ന് മെല്ലെ തട്ടി അങ്ങോട്ട് പോകുന്നതിൻ്റെയും കാരണം നമ്മൾ മനസ്സിലാക്കും. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം എന്നല്ലേ ഒരു പാട്ട്. സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ
സ്വപ്നം കാണാറുണ്ടോ. രണ്ടിൻ്റെയും രണ്ട് വരിയാണ് ഞാൻ പാടിയത്. രണ്ടും വ്യത്യാസമില്ലേ? ഒന്ന് വേറൊരു രീതിയിലായിരിക്കാം, ഇത് വേറൊരു രീതിയിലായിരിക്കും. രണ്ട് ടൈപ്പ് പാട്ടായിരിക്കാം. പക്ഷെ അതെ. പക്ഷേ ഈ ഡെപ്ത് എന്ന് പറയുന്നത് പ്രധാനമാണ് പാട്ടിന്. അത് ഫാസ്റ്റ് പാട്ടുകൾക്കും ഉണ്ടല്ലോ. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. അത് ഫാസ്റ്റ് അല്ലേ? പക്ഷെ അതിലും ഭയങ്കര മെലഡി ഉണ്ട്. അപ്പോൾ മെലഡി അറിയാവുന്നവരും മെലഡി അപാരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് ഈ ആൽബം പാട്ടുകളൊക്കെ പലതും കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പാട്ടുകൾക്കൊക്കെ ആയുസ് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കുറഞ്ഞ ആയുസേ ഉള്ളൂ എന്നും മനസ്സിൽ തോന്നി കേട്ടോ. ഇവരൊന്നും ഒന്നുമല്ല, പക്ഷെ കുറഞ്ഞ ഒരു ആയുസ്സൊക്കെ തന്നെ ആയിരുന്നു പല പാട്ടുകൾക്കും ഉണ്ടായിരുന്നതും. കുറച്ച് കാലം കൊണ്ടൊക്കെ ആ ആൽബം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അങ്ങനെ മറിഞ്ഞു. അതും ഒരുപാട് പേര് നൊസ്റ്റാൾജിയാണ് തീർച്ചയായിട്ടും, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് മാപ്പിളപ്പാട്ടായി തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട്. അതെ, മാപ്പിളപ്പാട്ട് മറ്റൊന്നാണ്. മാപ്പിളപ്പാട്ടുകാരാണ് ഈ ആൽബം പാട്ടുകളുമായിട്ട് പലപ്പോഴും വന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ പീർ മുഹമ്മദ്, ഇരിഞ്ഞോളി മൂസക്ക, റംല ബീഗം തുടങ്ങിയ പാട്ടുകാരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. അവരൊക്കെ പറയുമായിരുന്നു ഇത് എന്ത് പാട്ടായി വന്നിട്ടുള്ളത്, എന്താ ഇതിൻ്റെ ട്യൂൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള രീതിയിൽ. ഇപ്പം ഈ അന്ന് പാടിയപ്പോൾ എനിക്ക് കദളി വാഴക്കൈയിൽ പാടിത്തരൂ. ഓ, കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. ആ കമ്പോസിഷൻ വളരെ വ്യത്യസ്തമാട്ടോ. രണ്ടാമത്തെ വിരുന്നുകാരാ ബാബുക്കങ്ങനെ വെച്ചിട്ടുള്ള നോട്ടുകളൊക്കെ ഭയങ്കര വ്യത്യസ്തമായ നോട്ടുകളാണ്. എന്തായിരിക്കില്ലേ ഈ കണ്ടുപിടുത്തമൊക്കെ? ഈ ട്യൂണുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവർ ഹാർമോണിയത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു രാഗം കണ്ടെത്തി അതിന് ആ വരികൾക്കാണല്ലോ ഈണം കൊടുക്കുന്നത്. ഈ ഈണം തന്നെ പല ട്യൂണിൽ പാടി കൊടുക്കും. എത്ര ബാബുരാജിനെ പോലെയുള്ളവരും ദേവരാജ മാഷെ പോലെയുള്ളവരും ഒരുപാട് ട്യൂണ് പാടി കൊടുക്കുമെന്ന്. ബാബുക്കയുടെ ഒരു പ്രത്യേകത പറയട്ടെ ഞാൻ. ബാബുക്കയുടെ ഒരു പ്രത്യേകത, അനുപല്ലവിക്കും ചരണത്തിനും വ്യത്യസ്ത ഈണങ്ങളിട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ബാബുരാജാണ്. നമ്മളിപ്പോൾ ബാബുക്കയുടെ എപ്പിസോഡൊന്നും അല്ല ചെയ്യുന്നതെന്ന് നമുക്ക് ഇവരോട് പറഞ്ഞുകൊണ്ട് വേണം പറയാൻ. പറയണമല്ലോ എന്നാലും ചില കാര്യങ്ങൾ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതം. ഞാൻ എല്ലാ പാട്ടുകളും എടുത്ത് സെർച്ച് ചെയ്തു, ഒരുപാട് പാട്ടുകൾ കാലങ്ങളെടുത്തിട്ട്. ഒരു ട്യൂണ് കിട്ടാൻ നമ്മൾ എത്ര പ്രയാസപ്പെടും. അപ്പം 2 ട്യൂൺ എവിടുന്ന് കിട്ടും? നിങ്ങൾ നോക്കൂ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്ന പാട്ടിൽ അനുപല്ലവി എങ്ങനെയാ? മയക്കുന്ന മയിൽ പീലി മിഴിയിണകൾ എന്നല്ലേ. ബാബുക്കയ്ക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതിയായിരുന്നല്ലോ ചരണം. കുടകിലെ വസന്തമായേ വിടർന്നവൾ നീ എന്ന് വെച്ചാൽ പോരെ? ബാബുക്ക് വെച്ചത് എങ്ങനെയാ? കുടകിലെ വസന്തമായി വിരിഞ്ഞവൾ നീ, കരളിൻ്റെ പുത്തരിയായി വിടർന്നവൾ നീ. പിന്നെ എൻ്റെ ലോകം വാനം പോലെ ഉയർന്നുവല്ലോ എന്നാണ്. അപ്പോൾ ശബ്ദം മുകളിലേക്ക് പോവുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ വാനമല്ലേ പാടുന്നത്, വാനം മുകളിലല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ പാട്ടുകളെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോൺ സമാഷും പറഞ്ഞു ഇത് എന്നോട്. പട്ടുറുമാലിൽ എൻ്റെ മഹാഭാഗ്യമാണ് എൻ്റെ രഹനയുടെയും ഞങ്ങളുടെ കൂടെ 5 ദിവസം ഉണ്ടായി. പിന്നെ ആ സമയത്ത് കുറച്ച് രോഗമൊക്കെ വന്ന് പ്രയാസപ്പെടുന്നൊരു ജോൺസൺ മാഷായിരുന്നു. അപ്പോൾ മാഷോട് ഞാൻ ഒരുപാട് ചോദിച്ചു, ദേഷ്യം ഇവിടെയാ, ഒന്നും ചോദിക്കാൻ കഴിയില്ല, എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടും. ദേവരാജ മാഷയുടെ മറ്റൊരു ആണല്ലോ അധ്യാപനം അവിടുന്നല്ലേ പലപ്പോഴും. അപ്പോൾ അതേ സ്വഭാവം. പക്ഷെ ഞങ്ങൾ ആ മൂടൊക്കെ നോക്കി ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ചോദിച്ചു, മാഷേ ആകാശമാകി എന്തിനാ മാഷെ മുകളിലേക്ക് പഠിച്ചത്? എടാ അത് ആകാശമല്ലേ, പിന്നെ മുകളിലേക്കല്ല താഴേക്കാ പഠിക്കുക. ആകാശമാകേ എന്നല്ലേ. ശ്യാമാംബരം എന്തിനാ മുകളിലേക്ക് പഠിച്ചു എന്ന് ചോദിച്ചു. അമ്പരമല്ലേ, അതും മുകളിലേക്കല്ലേ പാടേണ്ടത്.
പക്ഷെ മൗനം പറഞ്ഞു തരിക എനിക്ക്. ഇത് ഞാൻ ചോദിക്കാതെ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ മൗനം അങ്ങനല്ലല്ലോ ചെയ്തത് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഷേ മൗനം ഏതായിരുന്നു പാട്ട്? എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം. മൗനമാണ്, ആ വികാരം മൗനമാണ്. അല്ലേ? അതുപോലെ ഞാൻ പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, അതെനിക്ക് മനസ്സിൽ നിന്ന് പോയില്ല. സ്വർണ്ണമുഖിലയുടെ അവസാനത്തിൽ സ്വർണ്ണമുഖിലെ ജാനകിയമ്മ പാടിയ സ്വർണ്ണമുഖിലേ വീണ ഒരു നോട്ട് താഴേക്ക് വലിപ്പിച്ച് ഒരു നോട്ട് മേലേക്ക് വെപ്പിച്ചു. പരത്തി വായിപ്പിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. വെറുതെ ഞാൻ എന്നൊരു നോട്ടം നോക്കി, പരത്തി വായിപ്പിച്ചാൽ നിനക്ക് ഇത്ര ഫീല് കിട്ടൂടാന്ന്. അത് ഞാൻ ചോദിച്ചത് സ്വർണ്ണമുഖിയില്ല, അവിടെയും പാടിക്കൂടെ? മാഷ് വെപ്പിച്ചത് രണ്ട് നോട്ട്, ഒന്ന് വലിച്ചു ഒന്ന് വെച്ചു. എന്നോട് പറയാം, ആ നായികയുടെ മേഘത്തോട് ചോദിക്കുകയാണ്, ശാന്തികൃഷ്ണയാണ്, നീ പടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 10ാം ക്ലാസ്സിലാണ് മാഷേ ആ വർഷം എന്ന് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ. ഇത് ഞങ്ങളുടെ കഥ. ശാന്തികൃഷ്ണയ്ക്ക് വലിയ അസുഖമാണ്. അവൾ മുകിലിനോട് ചോദിക്കുകയാണ്, മേഘത്തോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ പോവുമല്ലേ, പിന്നെ നിന്നെ കാണില്ലല്ലോ, നീ അങ്ങനെ പോകും, തകരും, ഒന്നുകിൽ അങ്ങ് അസ്തമിച്ചു പോകും, മഴയായി താഴേക്ക് പെയ്യും, ഞാനും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വർണ്ണമുഖിലെ നീ സ്വപ്നം കാണാറില്ലേ? അപ്പോൾ ആ കഥാപാത്രത്തിന് അത് കാണിക്കാൻ ഈ വീണയാണ് നല്ലതെന്ന് ഇവിടെ കൊണ്ട് വെക്കും നമ്മൾ. ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ? തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്കൊരു ജോൺസൺ മാഷിന്റെ പാട്ടുകൂടെ പാടി അവസാനിപ്പിച്ചാലോ? അതും കുറച്ചുകൂടെ ഒരു പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പാട്ട് ഏതായിരിക്കും ജോൺസൺ മാഷിന്റെ? ജോൺസൺ മാഷിയുടെ തുടക്കകാലം രക്തവും പ്രേമഗീതങ്ങളുമായിരുന്നു. നമ്മളൊക്കെ കണ്ട 2 സിനിമ. അതിൻ്റെ മുമ്പ് മാഷ് ചെയ്ത ഒരു സിനിമ വന്നില്ല എന്നാണല്ലോ പറയുന്നത്. പിന്നെ രക്തം, പ്രേമഗീതങ്ങൾ. രക്തം ഞാൻ എൻ്റെ നാട്ടിലെ സിനിമകളെന്നാണ് കണ്ടത്. മധുസാറാണ്. പിന്നെ പ്രേമഗീതങ്ങൾ ഉമ്മയോട് അടി കൂടിയിട്ട് ടിക്കറ്റിന് കാശ് വാങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് ട്രെയിൻ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കാണുന്ന സിനിമകളുണ്ട്. സംഘം, കൽപ്പകക്കാരുടെ സിനിമ, KTCക്കാരുടെ സിനിമകൾ. അവിടെ പോയിട്ടാണ് പ്രേമഗീതങ്ങൾ കാണുന്നത്. നസീർ സാറിൻ്റെ മകൻ ഷാനവാസ് നായകനും നമ്മുടെ അംബിക നായികയായിട്ട് വരുന്ന സമയം. അതിൽ ജോൺസൺ മാഷിയുടെ പിയാനോ ബാക്കിങ്ങുള്ളൊരു പാട്ടുണ്ട്. അതായത് ഈ ജിങ് ടക് 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 ജിങ് 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 ടക് 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 ജിങ് ജിങ്, ഇങ്ങനെ ഒരു സോഫ്റ്റ് റിതം വെച്ചാലും ചില പാട്ടുകൾ ഭയങ്കര മെലോഡിയസ് ആവാറുണ്ട്. നമ്മളിപ്പോൾ പിന്നെ കാണുമ്പോൾ പറയാമിൻ കരളിലെ അനുരാഗം, അത് ഈ പാറ്റേൺ ആണ്. പിന്നെ വിദ്യാസാഗർജിയുടെ അലീന തുടങ്ങുന്ന അലീന വന്ന പാട്ട് ഏതായിരുന്നു? കരളി നിൻ കൈ പിടിച്ചാൽ, അതൊക്കെ ഈ പാറ്റേൺ. ഈ പാറ്റേണിൽ ജോൺസൺ മാഷ് ചെയ്ത ഒരു അസാധ്യ മെലഡി ഉണ്ടായിരുന്നു പ്രേമഗീതങ്ങളിൽ. നീ നിറയൂ ജീവനിൽ പുളകമാ ഞാൻ പാടിടാ ഗാനമായോർമകൾ, നീ നിറയൂ ജീവനിൽ പുളകമാ ഞാൻ പാടിടാ ഗാനമായോർമകൾ. ആ ഓർമ്മകൾ എന്താണ് തള്ളിപ്പാടിയത്? ദാസേട്ടൻ അങ്ങനെ പാടിയില്ല. അതിനൊരു കാരണം ഉണ്ടായിരിക്കും ജോൺസൺ മാഷ് പറഞ്ഞു കൊടുത്തേ, സത്യമല്ലേ അല്ലേ? അപ്പോൾ ഇത് ജോൺസൺ മാഷിയുടെ പാട്ട് ചോദിച്ചപ്പോഴാണ് മാഷിയുടെ കൂടെ ഇരുന്നതിൻ്റെ ഒരു ഭാഗ്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഒരു വലിയ ഭാഗ്യം തന്നെ കേട്ടോ. വിദ്യാധര മാഷ് പട്ടുറുമാലിന് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്ത് തന്നിട്ട് മാഷും രഹനയും ഞാനും നിന്ന് പാടി. അതും വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഒരുപാട് പേരെ ബാബുക്കയെ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഭാഗ്യം. അർജുനൻ മാഷ് മുന്നിലിരുന്ന പരിപാടിക്ക് മാഷയുടെ പാട്ടുകൾ പാടുമ്പോൾ തബല വായിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. ദക്ഷിണാമൂർത്തി സ്വാമി ആസ്തമ കലശലായിരിക്കുന്ന അവസാന സമയത്ത് ഗുരുപൂജ ദുബായിൽ. അപ്പോൾ വന്നു, ഞാൻ ഒറ്റ തബല, ഒരു തബല, മഞ്ചരിയും ബിജുവാണ് പാടാൻ വന്നത്. സ്വാമിയുടെ പാട്ടുകൾ, സ്വാമിയെ
സദസ്സ് വിടുന്നില്ല. സ്വാമി ഒരു പാട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി. സ്വാമി പറഞ്ഞു എനിക്ക് വയ്യ മക്കളെ, സോഫയിലായിരിക്കുന്നത്, മക്കളെ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് പാടിക്കോളൂ എന്ന് അമ്മ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഇരുന്ന് പാടിയാൽ മതി എന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു. അല്ല ഞാൻ നീക്കട്ടെ. നീരിട്ട് എൻ്റെ അടുത്തേക്ക് ആദ്യം വന്നത് ഒറ്റ തവണ, ഞാൻ നിലത്താണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ സ്വപ്നങ്ങളൊന്ന് പാടി നോക്കാം, വലിച്ചു വായിക്കണേ, എനിക്ക് മുഴുമിക്കാൻ കഴിയില്ല അക്ഷരങ്ങൾ വാക്കുകൾ എന്ന് പറഞ്ഞു. മോൻ വലിച്ചു വായിക്കണം തബല എന്ന് പറഞ്ഞു. അപ്പോൾ ദാദരയാണ് ധിങ് ത ത ധിങ് ത ധ ധിങ് ത, ഇതാണ് വായിക്കേണ്ടത്. ഇവിടെ ശബ്ദം വരാത്തതുകൊണ്ടാണ് എനിക്കത് കേൾപ്പിക്കാൻ കഴിയാത്തത്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിത്യവും ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ, അവിടെ ഒരു പെരുക്കലുണ്ട് തവരയുടെ. സ്വപ്നങ്ങളെ ഒരു പെരുക്കലുണ്ട്. അപ്പോൾ അതങ്ങനെ വലിച്ചു വായിക്കാൻ പറഞ്ഞു. ഞാൻ പേടിച്ചിട്ടാണ് വായിക്കുന്നത്, ഇതാരായി നിൽക്കുന്നത്. അപ്പോൾ ഓരോ വാക്കും മുറിച്ച് കണക്ട് ചെയ്യണം. നമ്മൾ ഗസൽസ് ഒക്കെ പാടുക എന്ന് പറയില്ലേ, ഋതത്തിൻ്റെ ഒക്കെ ആരാണ് അദ്ദേഹം? തലതൊട്ടപ്പനല്ലേ. മൃദംഗത്തിലാണല്ലോ തബലയേക്കാൾ ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ പാറ്റേണുകളൊക്കെ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. രണ്ടും ഈക്വലാണ് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വലിച്ചു വായിക്കണം എന്നൊക്കെ എന്നോട് പറയുമ്പോൾ ഞാനത് എനിക്ക് ഗിന്നസ് കിട്ടിയ പോലെയാണ് ആ വാക്ക്. ഞാനൊക്കെ വായിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ കൂടെ വായിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇപ്പോൾ ആരൊക്കെയാണ് ഞാൻ പറയേണ്ടത്? ഒ പി നയ്യാർ ഷോയ്ക്ക് മുഹമ്മദ് അസീസും ഹേമലതയും പാടിയിട്ട് ഒരു തബലയുടെ ഒരു നട വായിച്ച് ജാസ്, കോഴിക്കോടുള്ള അസീസ് വലിയ ജാസ് പ്ലെയറാണ്, ബാബുവേട്ടനൊക്കെ വായിച്ചിരുന്ന, രാമേന്ദ്ര മാഷ്കൊക്കെ വായിച്ചിരുന്ന, അസ്ലമിനൊക്കെ വായിച്ചിരുന്നു. അസീസും ഞാനും വായിക്കുന്ന 2 പാറ്റേണുകൾ കേട്ടിട്ട് ഒ പി നയ്യാർ പൈപ്പ് ഉണ്ടാവും എപ്പോഴും ചുമത്ത്. എഴുന്നേറ്റ് വന്നു സദസ്സിൽ നിന്ന്. അദ്ദേഹം ഇരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് പാടുന്നത്. എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്നു. അപ്പോൾ തബല അവിടെ, ജാസ് ഇവിടെ, അവിടെ അങ്ങനെ നിന്നു വായിച്ച്. ഞങ്ങളെല്ലാം സോളോ ഒക്കെ അവസാനമൊക്കെ വായിച്ച് കഴിഞ്ഞു. അസീസ് ഇങ്ങനെ ഒരു സോളോ ഒക്കെ വായിച്ചിട്ട് സിമ്പലിലൊക്കെ അടിച്ചിട്ട് എന്ന് പറഞ്ഞ് നിർത്തി. 2 പേരെ എഴുന്നേൽപ്പിച്ചു, ചേർത്ത് ഇങ്ങനെ പിടിച്ചു. ഞങ്ങൾ 2 പേരും ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പണ്ട് ബോംബെയിൽ ഇതിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വായന ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, എന്ത് പറയണം, ഞങ്ങൾ എവിടെ വെക്കണം അത്? തീർച്ചയായിട്ടും. അത്രയും ഇനിയും അങ്ങോട്ട് ഒരുപാട്, ഇതിപ്പം 1/2 നൂറ്റാണ്ട് എന്ന് പറഞ്ഞു, അതിലപ്പുറത്തേക്ക് ഒരുപാട് കാലം ഇനി ഞങ്ങളുടെ തലമുറയും ഞങ്ങൾക്ക് ശേഷം വരുന്നവരൊക്കെ പ്ലേ ബാക്ക് സോങ്ങുകളായിട്ടും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ അവസാനം ഒരു 4 വരി പാടാന്ന് പറഞ്ഞു. അത് ചില ഇൻ്റർവ്യൂകളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, ഞാനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചില സമയത്ത്, പലരോടും സംസാരിക്കുമല്ലോ. അപ്പോഴൊക്കെ തിരിച്ച് ചെന്നാൽ ഞാനിത് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പറയും, അവിടെ നിങ്ങൾ അറബിക്കടലെ പാടിയോ? ഞാൻ പറയും ഇല്ലടി മറന്നു. വീണ്ടും ഇതുപോലെയൊക്കെ കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോൾ എന്നോട് പറയും അറബിക്കടൽ ഇന്ന് പോയപ്പോൾ പാടിയോ നിങ്ങൾ? അപ്പോൾ ഞാൻ വീണ്ടും പറയും മറന്നടി. പാട്ട് ഏതാണെന്ന് മനസ്സിലായോ? രാഘവ മാഷയുടെ ഏകദേശം അവസാന കാലത്ത് വന്ന പാട്ടുകളിൽ ഒന്ന് സുറുമയിട്ട കണ്ണുകൾ. വിജയരാഘവേട്ടൻ നായകനായ ആദ്യത്തെ സിനിമ. അതുവരെ ചിലതിലൊക്കെ അദ്ദേഹം വില്ലനായിട്ടാണ് വന്നത്. അതിലൊരു പാട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഭാര്യ എന്നോട് ചോദിക്കരുത് ഈ പാട്ട് ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇത് പാടുന്നത്. അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടേ എന്നറബി കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു, സുഖമായി വാഴുന്നു. ഇത്ര നാളും പല പല ചിത്രം മറ്റുള്ളവരെ കാട്ടി മറ്റാരും കാണാതൊരു ചിത്രം കൽബിനുള്ളിൽ കരുതി ഞാൻ. അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടേ
എന്നറബി കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു, സുഖമായി വാഴുന്നു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതിൽ. ഈ തലമുറയിലെ ഒരു കുട്ടീന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ തലമുറയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ടും ഒരുപാട് പഴയ പാട്ടുകളെ കുറിച്ചൊക്കെ നമ്മളൊക്കെ അതാണല്ലോ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ കൂടെ ചോദിച്ചതിലുള്ളൊരു സന്തോഷവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.